അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, ഈ ഉപ്പക്കും മകൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിച്ച വാർത്തയായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ കേട്ടത്. തടി ഞെട്ടിപ്പോകുന്ന വാർത്തയായിപ്പോയി. ഉപ്പയുടെയും മകളുടെയും അതിദാരുണമായ മരണം. ഇന്നലെ ഈ വാർത്ത കേട്ടവർക്കാർക്കും ശരിക്കും ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. വിധി കാത്തുവെച്ച ദുരന്തം ഒരു കുടുംബത്തിൻ്റെ തന്നെ താളം തെറ്റിച്ചു. പടച്ചറബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. തലക്കുളത്തൂർ സ്വദേശികളായ റാഫിയും മകൾ ഫാത്തിമ സ്നേഹയുമാണ് കൺമുന്നിൽ നിന്നും മറഞ്ഞുപോയത്. ഉപ്പയും മകളും ബന്ധുവിൻ്റെ മരണവീട്ടിൽ പോയി വരികയായിരുന്നു. വരുന്ന വഴിക്കായിരുന്നു ഈ അപകടം നടക്കുന്നത്. മാലൂർക്കുന്ന് പോലീസ് ക്യാമ്പിലെ ആ ഒരു ചെങ്കുത്തായ ഇറക്കം അതൊരു വലിയൊരു ഇറക്കമായിരുന്നു. ആ ഇറക്കത്തിൽ വെച്ചായിരുന്നു ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നത്. നിയന്ത്രണം വിട്ടുപോയ സ്കൂട്ടർ അങ്ങ് താഴ്ചയിലുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വലിയൊരു ഇറക്കവും ആ ഒരു ഇറക്കത്തിന് ഒരു വളവും, ആ വളവിന് താഴെയായി ഒരു വീടും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നിയന്ത്രണം വിട്ടുപോയ ഇവരുടെ ബൈക്ക് ആ താഴ്ചയിലുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് തെറിച്ച് മറിഞ്ഞ് വീണുപോയത്. അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലും എത്തിച്ചിരുന്നു. പഠിക്കാൻ മിടുക്കിയായ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു സ്നേഹമോൾക്ക് ഒരുപാട് സ്വപ്നങ്ങളാണത്രേ. ആ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ ഈ ദുനിയാവിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഉപ്പയുടെ കൂടെ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ അപകടം നടന്ന സ്ഥലത്ത് ഇതുപോലുള്ള അപകടങ്ങൾ പതിവാണത്രേ. അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നത് കേട്ടു. ഒരുപാട് ആളുകൾക്ക് അപകടമുണ്ടായ ഒരു സ്ഥലമായിരുന്നു അത്. അപകട മേഖല ശ്രദ്ധിക്കണമെന്നുള്ളൊരു ബോർഡും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും ആ റോഡിനൊരു സംരക്ഷണവും നൽകിയില്ല. ആ ഒരു താഴ്ച വരുന്ന ഭാഗത്ത് കൈവരികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. പല തരത്തിലാണത്ര ആളുകൾ അവിടെ അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ഈ മകളും ഉപ്പയും മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, റാഫിയും മകൾ ഫാത്തിമ സ്നേഹയും നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.